നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പല്ലുകളെ കുറിച്ചാണ്. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഡന്റോളജി. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 എണ്ണമാണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകള്. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ ഏതാണ്? പാൽപ്പല്ലുകളാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് 6 മാസം പ്രായമാവുന്നത് മുതലാണ്. 6 മാസം പ്രായമാവുന്നത് മുതൽ പാൽപ്പല്ലുകൾ മുളച്ചു തുടങ്ങുന്നു. പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നത് 6 വയസ്സ് മുതലാണ്. 6 മാസം പ്രായമാകുമ്പോൾ മുതൽ പാൽപ്പല്ലുകൾ മുളച്ചു തുടങ്ങുന്നു. 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങുന്നു. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വിവേകദന്തങ്ങൾ. ഏറ്റവും അവസാനം ഉണ്ടാവുന്ന അറ്റത്തുള്ള 4 പല്ലുകളാണ് അണപ്പല്ലുകൾ. ഏറ്റവും അവസാനം ഉണ്ടാവുന്ന അറ്റത്തുള്ള 4 പല്ലുകൾ അറിയപ്പെടുന്നത് അണപ്പല്ലുകൾ എന്നാണ്. മോണയ്ക്ക് പുറത്ത് കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗമാണ് ദന്തമകുടം. മോണയ്ക്ക് പുറത്ത് കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം ഏതാണ്? ദന്തമകുടമാണ്. മനുഷ്യരിലെ 4 തരം പല്ലുകളാണ് ഉള്ളത്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 4 തരം പല്ലുകളാണ് ഉള്ളത്. ഉളിപ്പല്ല് 1 ഉളിപ്പല്ല്, 2 കോമ്പല്ല്, 3 അഗ്രചർവണകം, 4 ചർവണകം. എന്താണ് ഉളിപ്പല്ല് നോക്കാം അല്ലെ. ഉളിപ്പല്ല് മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളാണ് ഉള്ളത്. മുൻവശത്ത് ഇതേ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളുണ്ട്. ഉളിപ്പല്ലിന്റെ ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അടുത്തത് കോമ്പല്ല്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ അല്ലെ. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളില് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ. കോമ്പല്ലുകളുടെ ഉപയോഗം ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ലുകളുടെ ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 4. അടുത്തത് അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകൾ. കോമ്പല്ലിന്റെ സമീപം മുകളിലും താഴെയും ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളാണ്. അഗ്രചർവണകത്തിന്റെ ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം എത്രയാണ്? 8 ആണ്. അടുത്തത് ചർവണകം. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് 12 പല്ലുകളാണ് ഉള്ളത്. ചർവണകം എത്രയാണ്? 12 ആണ്. ചർവണകത്തിന്റെ ഉപയോഗം ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഒന്നുകൂടി പറയാം. ഉളിപ്പല്ല് 8 എണ്ണമാണ്. കോമ്പല്ല് 4 എണ്ണം, അഗ്രചർവണകം 8, ചർവണകം 12. ഉളിപ്പല്ലുകളുടെ ഉപയോഗം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ലുകളുടെ ഉപയോഗം കടിച്ചു കീറാൻ സഹായിക്കുന്നു. അഗ്രചർവണവും ചർവണവും ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ എന്താ പറയുന്നത്? അണപ്പല്ലുകൾ എന്ന് പറയുന്നു. പ്രായപൂർത്തിയായവരിൽ ആകെ 32 പല്ലുകളാണ് ഉള്ളത്. പ്രായപൂർത്തിയായവരിൽ ആകെ എത്ര പല്ലുകൾ കാണപ്പെടുന്നു? 32 പല്ലുകൾ കാണപ്പെടുന്നു. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകൾ ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കോമ്പല്ലുകളുടെ എണ്ണം 4 അല്ലെ. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകൾ ഉണ്ട്. എന്നാൽ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമല്. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഇനാമലാണ്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്.
മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം, പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളി, ഇതൊക്കെ ഏതാണ്? ഇനാമലാണ്. പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമല്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെന്റൈൻ ആണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല അറിയപ്പെടുന്നത് സിമന്റം എന്നാണ്. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം അറിയപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ്. വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാലറ്റ് എന്നാണ്. വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാലറ്റ് എന്നാണ്. ഒന്നുകൂടി പറയാം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ സംയോജക കല ഏതാണ്? സിമന്റം. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ്. പല്ലുകൾ കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾ കേടുവരുത്തുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡുകളാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണെങ്കിൽ കാൽസ്യം ഫ്ലൂറൈഡ് ആണ്. പല്ലിന്റെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഡെന്റൽ അമാൽഗം. ഒന്നുകൂടി നോക്കാം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണെങ്കിൽ കാൽസ്യം ഫ്ലൂറൈഡ് ആണ്. പല്ലിന്റെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഡെന്റൽ അമാൽഗം ആണ്. പല്ലിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. പല്ലിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.